എണ്ണയിൽ മുക്കി പൊരിക്കാത്ത സ്നാക്ക് ആയിരിക്കില്ലേ നോമ്പിൻ്റെ സമയത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടം. അതുപോലെ ഒരു ഐറ്റമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ ഇല്ലാത്ത പീസ് ചെറുതായിട്ട് അരിഞ്ഞത് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നെരിയണ്ട കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും, അതിലേക്ക് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക് കീറിയതും, അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പീസ് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും അതേപോലെ തന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്താൽ അതിലേക്കുള്ള ഫില്ലിങ് റെഡി. ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ക്യാപ്ഷനിൽ കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട, 1 കപ്പ് മൈദ, കുരുമുളക് പൊടി, ഉപ്പ്, 1 കപ്പ് പാലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഏതിലാണോ നമ്മൾ ഈ ഒരു പോള തയ്യാറാക്കിയെടുക്കുന്നത് അത് ആ ഒരു പാൻ എടുക്കുക. ഞാൻ ഇതുപോലെ ഒരു സോസ് പാനാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം ബാറ്ററിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഈ ഒരു ഫില്ലിങ് കംപ്ലീറ്റ് ആണ് വെച്ച് കൊടുക്കുക. അതിനുശേഷം മുകളിലായിട്ട് ബാക്കിയുള്ള ബാറ്റർ സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ മുകളിൽ കുറച്ച് നീളത്തിലരിഞ്ഞ ക്യാരറ്റും ക്യാപ്സിക്കും നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി മാക്സിമം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ അത് കുക്കായിട്ട് കിട്ടും. ആ മറ്റേ ഭാഗവും ഒരു പാനിലിട്ടിട്ടൊന്ന് മൊരിപ്പിച്ചെടുത്താൽ സംഭവം സെറ്റ്.